പലവിധ രോഗങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസമായി കുറുപ്പമ്പടി ജീവസ് ഹോളിസ്റ്റിക് ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് സൗജന്യ അക്യുപഞ്ചർ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ക്യാമ്പ്. ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. വിട്ടുമാറാത്ത അസുഖങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സാന്ത്വനമായി കുറുപ്പമ്പടി ജീവസ് ഹോളിസ്റ്റിക് ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് സൗജന്യ അക്യുപഞ്ചർ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചികിത്സാ ക്യാമ്പ് ഭരണസമിതി അംഗം റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാർ PB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിംഗ് ഇതര മേഖലകളിൽ വിപുലങ്ങളായ പരിപാടികൾ വർഷങ്ങളായി നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ബാങ്കിന് ക്ലിനിക്കും ലാബും മെഡിക്കൽ സ്റ്റോറെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ക്ലിനിക്കിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളിവിടെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ മുൻ വർഷങ്ങളിൽ അലോപ്പതി മെഡിസിനിലെ ക്യാമ്പുകൾ 2 സംഘടിപ്പിച്ചു. ഇപ്പോൾ ഇതൊരു പുതിയ ചികിത്സാ രീതി എന്ന നിലയിൽ അക്യുപങ്ക്ചർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും അതുവഴി ജനങ്ങൾക്ക് അവരുടെ പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കാനും ആയിട്ടാണ് ബാങ്ക് ഇത്തരം ഒരു ക്യാമ്പ് നടത്തുന്ന കാര്യം ഉദ്ദേശിച്ചത്. ഇതിന് തയ്യാറായി നമ്മുടെ കുറുപ്പമ്പടിയിലുള്ള ജീവസ് അടുത്ത ഡോക്ടർ രാജീവ് കുമാറും അദ്ദേഹത്തിൻ്റെ സഹായികളുമായിട്ടുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ക്യാമ്പ് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമാണ്. ഇത്തരം ക്യാമ്പുകൾ തുടർന്നും നടത്തുന്ന കാര്യം ബാങ്ക് പരിഗണിക്കുന്നുണ്ട്. ബാങ്ക് വൈസ് പ്രസിഡന്റ് KP ലാലു അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് തങ്കച്ചൻ PJ, ബാങ്ക് ഭരണസമിതി അംഗം വനജ തമ്പി, സെബാസ്റ്റ്യൻ, ഗൗരി ശങ്കർ, ശ്രുതി ചന്ദ്രൻ, ഷിബു TP തുടങ്ങിയവർ സംസാരിച്ചു. ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് സഹകാരികളുടെ ആവശ്യങ്ങൾക്കായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ഒരു സഹകരണ ബാങ്കാണ്. ബാങ്കിങ് പ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് ബാങ്ക് ഒട്ടനവധി ക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് സഹകാരികൾക്ക് വേണ്ടി ചെയ്യുന്നത്. നാട്ടിൽ ജൈവ ജീവിതം ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടിൽ 25 ഏക്കറിലാണ് നമ്മൾ നെൽകൃഷി നടത്തി പോകുന്നത്. അതിനോടൊപ്പം തന്നെ 5 ഏക്കറുകളിൽ പച്ചക്കറി കൃഷിയും നടത്തി വരുന്നു. ബാങ്കിൻ്റെ വിവിധ പദ്ധതികളായ നീതി ലാബ്, ഫാർമസി, ഒരു ക്ലിനിക്ക്, ബാങ്കിന് കോപ്പ് മാർട്ട് എന്നുള്ള 10,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റും ഇതിനോടനുബന്ധിച്ചുണ്ട്. കൂടാതെ ഇപ്പോൾ ഏറ്റവും അത്യാധുനികമായ രീതിയിൽ ഒരു ആഗ്രോ മില്ല് നമ്മുടെ 25 ഏക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന നെല്ല് ഉപയോഗിച്ച് കുത്തി എടുത്ത് അരിയും അപ്പം പൊടിയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ ഒരു ആഗ്രോ മില്ല് നമ്മൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ വിവിധ മാർക്കറ്റിംഗ് വശങ്ങളിലാണ് നമ്മൾ. അപ്പോൾ സഹകാരികൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഇതുപോലെയുള്ള ആരോഗ്യ കായിക രംഗങ്ങളിലൊക്കെ ആണെങ്കിലും ബാങ്ക് വളരെ സമർത്ഥമായി ഇടപെടുന്നുണ്ട്. കുട്ടികളുടെ ആരോഗ്യപരമായ കാരണങ്ങൾ നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പറയുന്ന വേനലവധി കാലങ്ങളിൽ കായികം സഹകരണം എന്നുള്ള ഒരു പദ്ധതി കൂടി നമ്മൾ ബാങ്ക് നടപ്പിലാക്കി വരുന്നുണ്ട്. കുറുപ്പമ്പടി ജീവസ് ഹോളിസ്റ്റിക് ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻസിലെ ഡോക്ടർ രാജീവ് കുമാർ N ക്ലാസ് എടുക്കുകയും ക്യാമ്പിന് നേതൃത്വം നൽകുകയും ചെയ്തു. നമ്മൾ ഈ ക്യാമ്പ് ഇവിടെ ഈ ഒക്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ ആളുകളിലേക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ചികിത്സാ രീതി, ഇങ്ങനെയുള്ളൊരു ചികിത്സാ രീതി നാട്ടിലുണ്ട്, ഇതിൻ്റെ ഗുണം എന്തെന്ന് നാട്ടുകാരെ അറിയിക്കുക, പേഷ്യൻസിനെ അറിയിക്കുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ ഇത് അറിയാതെ പോകുന്നവരുണ്ട്. അവർക്ക് ഒരു ആശ്വാസമാകാൻ ഞങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ബാങ്കുമായിട്ട്, ബാങ്ക് ഇതുപോലുള്ള സർവീസുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ക്യാമ്പുകൾ, കാര്യങ്ങൾ, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു ബാങ്കാണ്. അപ്പോൾ ആ ബാങ്കുമായിട്ട് സംയുക്തമായിട്ട് ഞങ്ങൾ ഈ ക്യാമ്പ് വെച്ചത് ജനങ്ങളിലേക്ക് ഇതിൻ്റെ അറിവ് പകർന്നു കൊടുക്കുക, അവർക്ക് ഒരു ആശ്വാസമാവാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗവാക്കാവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. നമ്മൾ അക്യുപഞ്ചർ, അതുപോലെ കൈറോപ്രാക്റ്റിക്, ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, കപ്പിംഗ് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നത്. നമ്മളെ ക്ലിനിക്കിൽ ഈ പറഞ്ഞ എല്ലാ വിഭാഗം ആളുകളും, എല്ലാ വിഭാഗം ഡോക്ടേഴ്സും അവൈലബിൾ ആണ്, ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഈ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അത് ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം, ഇവിടുത്തെ ആളുകൾക്ക് ഒരുപാട് ഗുണമായി എന്ന് പറഞ്ഞിട്ടാണ് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് അവർ പോയിട്ടുള്ളത്. വിട്ടുമാറാത്ത നടുവുവേദന, ഉണങ്ങാത്ത മുറിവുകൾ, വർഷങ്ങൾ പഴക്കമുള്ള അസുഖങ്ങൾ എന്നിവ മൂലം ജീവിതം
ക്ലേശപൂർണമായ അനേകം പേർക്ക് ക്യാമ്പ് ആശ്വാസമായി. കുറുപ്പമ്പടി കുറിച്ചിലക്കോട് റോഡിൽ SNDP സാംസ്കാരിക നിലയത്തിന് സമീപമാണ് ജീവസ് ഹോളിസ്റ്റിക് ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് പ്രവർത്തിക്കുന്നത്. നാച്ചുറോപ്പതി, പഞ്ചകർമ്മ, കളരിമർമ്മ, അക്യുപങ്ക്ചർ, കൈറോപ്രാക്ടീസ്, ഉഴിച്ചിൽ, സ്റ്റീം ബാത്ത്, ടിബറ്റൻ ഫുഡ് മർമ്മ തെറാപ്പി, കപ്പിംഗ് തെറാപ്പി, മോക്സിബ്യൂഷൻ, കൗൺസിലിംഗ് എന്നിങ്ങനെ അനേകം രോഗപ്രതിരോധ സംവിധാനങ്ങളും ആരോഗ്യ സംരക്ഷണ പദ്ധതികളും ജീവസ് ഹോളിസ്റ്റിക് ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് മുന്നോട്ട് വയ്ക്കുന്നു. വിട്ടുമാറാത്ത അലർജി, ചുമ, ശ്വാസം മുട്ടൽ, തലവേദന, കഴുത്തുവേദന, വെരിക്കോസ് വെയിൻ, വെരിക്കോസ് അൾസർ, സ്ത്രീജന്യ രോഗങ്ങൾ, കൈകാൽ വേദന, തരിപ്പ്, കടച്ചിൽ, ചൊറിച്ചിൽ, ഡിസ്ക് ബൾജിംഗ്, ഡയബറ്റിക് ന്യൂറോപ്പതി തുടങ്ങിയ രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് ജീവസ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവർത്തന സമയം. 9645434596 എന്ന നമ്പറിലോ 8547202582 എന്ന നമ്പറിലോ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അങ്ങനെയുള്ള നേരത്തെ നമുക്ക് അതിനൊക്കെ സമയമില്ല. ഇന്നിപ്പോ എന്താ വെച്ചാൽ നമുക്കൊന്നും സമയമില്ല. കൈ പൊട്ടിപ്പോയാൽ പോലും 2 ദിവസം കൊണ്ട് മാറുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മൾക്ക് വരുന്ന കേസുകളും അങ്ങനെ അടുത്ത ആഴ്ച പരിപാടി എന്ന് ചോദിച്ചാൽ അപ്പൊ അങ്ങനത്തെ കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആർക്ക് സമയമില്ലാത്ത അവസ്ഥ. ഇപ്പൊ നമ്മൾ ഈ നീഡിൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു എനർജി ഉണ്ട്. ആ എനർജി ഡ്രോപ്പായിട്ട് വരുമ്പോഴാണ്, ആ എനർജിയിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ കൂടുതൽ. അപ്പൊ നമ്മൾ ഈ സൂചി വെക്കുന്നത് ഈ എനർജിയുടെ സ്റ്റിമുലേഷൻ കൂട്ടുകയാണ്. ഈ സൂചി കൊണ്ടുവിടെ വെക്കുമ്പോൾ നമുക്ക് എനർജിയുടെ സ്റ്റിമുലേഷൻ കൂടും. നമ്മൾ ഓർഗൻ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ശരീരത്തിന് അകത്തുള്ള ഓർഗൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ്. ഇപ്പൊ കിഡ്നി ബേസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കെല്ലാം അതിന് മരുന്നായി, അല്ലെങ്കിൽ അതിന് ആശ്വാസമായി. അപ്പൊ കിഡ്നി അല്ലെങ്കിൽ അതിനോട് അടുത്ത കിടക്കുന്ന അടുത്ത ഓർഗൻസ് അതുമായി ബന്ധപ്പെട്ട് അടുത്ത അസുഖത്തിന് സാധ്യത തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു വരുമ്പോൾ അത് അടുത്ത സംഭവത്തിന് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ ഷുഗറുള്ള ഒരാൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിലേക്ക് ടൈപ്പ്, ചെരുപ്പ് ഊരി പോകുന്ന അവസ്ഥ, കണ്ണിന് പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മളത് ഡിപെൻഡ് ചെയ്യുമ്പോൾ ആ കാലിന്റെ ടൈപ്പ് അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച പ്രശ്നം മാത്രമല്ല മാറുന്നത്, ആ ഷുഗറിനെ അത് എവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ അതിനൊക്കെ അത് മാറ്റം വരും. 1 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും അല്ല ട്രീറ്റ്മെന്റ് പറയുന്നത്. നമുക്ക് ട്രീറ്റ്മെന്റ് സഡൻ ആക്ഷൻ കിട്ടുന്നത് പെയിനാണ്, നമ്മുടെ ശരീര വേദനകൾക്കാണ്, പെട്ടെന്ന് ആക്ഷനാണ്. അപ്പോ മരുന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ആ സൂചിയിൽ മരുന്നുണ്ടോ? ഈ സൂചിയിൽ മരുന്നില്ല. അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഈ സൂചി കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പൊ ഞാൻ എനിക്ക് കുത്തിയ സൂചി എടുത്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുത്തി കഴിഞ്ഞാൽ അത് അസുഖങ്ങൾ ഉണ്ടാവും. ഒരാളുടെ മേക്ക് കുത്തി സൂചി എടുത്തിട്ട് വേറെ ആളെ നോക്കുമ്പോൾ അതിനൊക്കെ സാധ്യതകളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒറ്റ തവണ മാത്രമാണ് സൂചി ഉപയോഗിക്കുന്നത്. ഒരാളെ ഇപ്പൊ ഒരാളെ എൻ്റെ 10 ദിവസം ട്രീറ്റ്മെന്റിന് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൂചിയല്ല ഞാൻ 10 ദിവസം ഉപയോഗിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഉപയോഗിച്ച സൂചി നമ്മളത് തുറക്കുക, നാളെ അടുത്ത സൂചിയാണ് ഉപയോഗിക്കുന്നത്. ബിസിനസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.